50 വർഷത്തിലേറെ നീണ്ട കുടുംബാധിപത്യം. കുടുംബം തന്നെ ഒരു രാജ്യത്തിന്റെ ഭരണം 50 വർഷം നടത്തുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന അപചയങ്ങളെല്ലാം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഒരു സുന്നി ഭൂരിപക്ഷ രാജ്യത്ത് 73% സുന്നി മുസ്ലിങ്ങളുള്ള രാജ്യത്ത് ഷിയായിൽ തന്നെ അതിനകത്ത് തന്നെ ഉള്ള ഒരു അവാന്തര വിഭാഗമായ അലവൈറ്റുകളുടെ മാത്രം വിഭാഗമായിട്ടുള്ള ഒരു വിഭാഗത്തിൽ വരുന്ന ഒരാളാണ് ഈ ആസാദുമാർ എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി രാജ്യം ഭരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ ഭരണം കുടുംബാധിപത്യമായി മാറുമ്പോൾ ഉണ്ടാകാവുന്ന അപജയങ്ങൾ, തകർച്ചകൾ, ഇതെല്ലാം ആ രാജ്യത്തെ ആഭ്യന്തരമായി അലട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അത് ആഭ്യന്തരമായിട്ടുള്ള വൈദേശികമായി നമുക്കറിയാം. ഇവിടെ അനിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വർഷങ്ങളായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സിറിയക്കെതിരായി അതിശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ രംഗത്തും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ രാജ്യത്തെ സാമ്പത്തികമായി നട്ടലൊടിക്കുന്ന രീതിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആസാദ് ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി 2000 മുതൽ 2005 മുതൽ തന്നെ നമുക്കറിയാം ഈ ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന വിഭാഗത്തെ അമേരിക്ക, തുർക്കി, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ആയുധവും സമ്പത്തും ആളും നൽകി പരിശീലിപ്പിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ഒബാമയുടെ സമയത്ത് നേരിട്ട് തന്നെ ഈ സിറിയയിൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകി. അവസാന നിമിഷമാണ് ഒബാമ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പൊ ആ തരത്തിൽ ആഭ്യന്തരമായി ജനാധിപത്യ വിരുദ്ധമായ ഭരണം, കുടുംബാധിപത്യ ഭരണം, സാമ്പത്തികമായ തകർച്ച, ഒരു സുന്നി വിഭാഗം എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിന്റെ നേതൃത്വമുള്ള ഭരണം, ഇതിനെല്ലാം എതിരായി സിറിയയിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. അതിനു പുറമെ വൈദേശികമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിനെ ബലപ്പെടുത്തുന്നതായിരുന്നു 2011 മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന പ്രസ്ഥാനം അതിശക്തമായിരുന്നു സിറിയയിലെങ്കിലും റഷ്യയുടെയും ഇറാന്റെയും അതിശക്തമായ പിന്തുണ, അവരുടെ സൈനികവും സായുധവും രാഷ്ട്രീയവുമായ പിന്തുണ കൊണ്ട് ഈ പ്രതിവിപ്ലവത്തെ, അന്നത്തെ കാലത്ത് പ്രതിവിപ്ലവം എന്ന് പറയാവുന്ന പ്രതിവിപ്ലവത്തെ അടിച്ചമർത്തുക ചെയ്തത്. 2016 അതിശക്തമായി ഈ HTSന്റെ നേതൃത്വത്തിൽ, അൽ ജൊലാനിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും അടിച്ചമർത്തുകയുണ്ടായി. അങ്ങനെ അടിച്ചമർത്തിയ വിഭാഗത്തെ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയും അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ പിന്തുണയില്ലായ്മയും മൂലം ഇദ്ദേഹം വളരെ പ്രതിസന്ധിയിലാവുകയും എന്തുകൊണ്ട് ഇദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ അദ്ദേഹം, നമുക്കറിയാം, ഈ വൈദേശിക പിന്തുണ, പ്രത്യേകിച്ച് റഷ്യയുടെയും ഇറാന്റെയും പിന്തുണ കൊണ്ട് മാത്രം അധികാരത്തിൽ നിലനിന്നിരുന്ന വ്യക്തിയാണ്. കാരണം സൈനികമായ കരുത്തിലാണ് നിന്നത്, ബാക്കി ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ സൈനികമായ പിന്തുണ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ട് റഷ്യക്ക് സഹായിക്കാൻ കഴിയാതെ വരുന്നു. ഇസ്രായേൽ, ഇറാൻ, ഹെസ്ബുള്ള, ഹമാസ് മുതലായ ശക്തികളെ ദുർബലമാക്കിയതിലൂടെ ഇറാന് പിന്തുണയ്ക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിനെതിരായ കൃത്യമായ സമയമാണ് ഇത് എന്നുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തുർക്കിയുടെ പിന്തുണ, തുർക്കിയുടെയാണ് പ്രധാനപ്പെട്ട പിന്തുണ, തുർക്കിയുടെ പിന്തുണയോടുകൂടി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ HTS എന്ന് പറയുന്ന അൽ ജൊലാന്റെ സംഘടന നടത്തിയ നീക്കങ്ങൾ, അതിന് അമേരിക്ക പിന്തുണച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലും പിന്തുണച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് പിന്തുണച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവര് ഈ ഇറാനെ ദുർബലപ്പെടുത്തി, ഈ പ്രോക്സികളെ എല്ലാം തുടങ്ങി. അപ്പൊ ഒരു തരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് ഇനി ലഭ്യമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോഴാണ് ഈ ശക്തമായ സൈനിക നീക്കം ഉണ്ടാവുകയും അദ്ദേഹം സ്വാഭാവികമായും യാതൊരുവിധ പിന്തുണയും ഇല്ലാതെ, ജനപിന്തുണ ഇല്ലാതിരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പട്ടാളം യാതൊരുവിധ എതിർപ്പുമില്ലാതെ 10 ദിവസം കൊണ്ട് അലപ്പോയിൽ നിന്ന് ഡമാസ്കസിൽ വരെ വന്നു അവിടെ സൈന്യം. അപ്പൊ ജനങ്ങൾ അതിനെ ആളുകൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടം ജനങ്ങളിൽ നിന്ന് വളരെയധികം ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിന് സ്വാഭാവികമായ അന്ത്യമാണ് ഇപ്പോ ഈ അൽ ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.